നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം ശരവൺ മഹേശ്വർ. കൃഷ്ണശിലയായി എന്ന പരമ്പരയിലെ 300ാമത്തെ എപ്പിസോഡാണിത്. ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത് ഈ 300 എപ്പിസോഡ് വരെ കൊണ്ടെത്തിക്കാൻ ഞാനും എന്നോടൊപ്പം വർക്ക് ചെയ്ത 1-2 പേരും എത്രമാത്രം പരിശ്രമിച്ചു എന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയാണ്. ഇങ്ങനെയൊരു പ്രോഗ്രാം ചെയ്യാൻ തന്നെ കാര്യം മനസ്സിനുണ്ടായ ഒരു വിഷമം, അതിൽ നിന്നാണ് ഈ എപ്പിസോഡിന് തുടക്കം. മറ്റൊന്നുമല്ല, എനിക്കറിയാവുന്ന എൻ്റെ ഒരു സുഹൃത്തും കലാമേഖലകളിലും എഴുത്തിൻ്റെ മേഖലയിലും രാഷ്ട്രീയത്തിൻ്റെ മേഖലയിലുമൊക്കെ പ്രശസ്തനായ അദ്ദേഹവും ഞാനുമായിട്ടുള്ള ഒരു അവിചാരിതമായിട്ടുള്ള ഒരു സംഭാഷണം. ആ സംഭാഷണത്തെക്കുറിച്ച് ഞാൻ ഇവിടെ പറയുന്നില്ല. പക്ഷെ അതെൻ്റെ മനസ്സിനെ വല്ലാതെ കുത്തിനോവിച്ചു. അതിൻ്റെ പരിണിത ഫലമാണ് കൃഷ്ണശിലയായി എന്ന ഈ എപ്പിസോഡിന് തുടക്കം. ഒരു പോറൽ, മനസ്സിനേറ്റ ഒരു പോറൽ. ആ പോറലിൽ നിന്നാണ് ഇങ്ങനെയൊന്ന് സൃഷ്ടിക്കാനായിട്ടുള്ള കാരണം ഉണ്ടായത്. അത് കവിതയായാലും കഥയായാലും നോവലായാലും നമ്മുടെ അനുഭവങ്ങളിൽ മിന്നി മറയുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് എപ്പോൾ നമ്മുടെ മനസ്സിൽ നിന്നും പുറത്തു വരും എന്ന് പറയാൻ കഴിയില്ല. വർഷങ്ങൾ കൊണ്ടാവും ചിലപ്പോൾ ആ തോന്നലുകൾ മറ്റും പുറത്തു വരുന്നത്. അവഹേളനം അത് സഹിക്കുന്നതിന് ഒരു പരിധിയുണ്ട്. നമുക്ക് ഒന്ന് നേടിയെടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ പിന്നിൽ ഒരുപാട് കഷ്ടപ്പെടേണ്ടി വരും. ഇവിടെ കഷ്ടപ്പാടിൻ്റെ ഭാണ്ഡക്കെട്ടൊന്നും അഴിച്ച് വെച്ച് നിങ്ങളോട് പറയാനൊന്നും ഉദ്ദേശമില്ല. ഒരു സായം സന്ധ്യയിൽ ഒരു ഫംഗ്ഷനിൽ വെച്ച് എൻ്റെ ഒരു സുഹൃത്തിനെ കാണുന്നു. പരിചിത മുഖവും പരിചയവും ഉള്ളതുകൊണ്ട് ചിരിക്കുകയും അടുത്ത് നിന്ന് സംസാരിക്കുകയും ചെയ്തപ്പോൾ അദ്ദേഹം പറഞ്ഞ 1-2 വാചകങ്ങൾ എൻ്റെ മനസ്സിനെ കീറിമുറിച്ചു എന്ന് വേണം പറയാൻ. അപ്പോൾ എൻ്റെ മനസ്സിലെ ചാണക്യതന്ത്രം ഉടലെടുത്തു. അപ്പോൾ നിങ്ങളെ ഒന്ന് മനസ്സിലാക്കണം. എനിക്ക് ആരെല്ലാമായിട്ടാണ് പരിചയം, ആരൊക്കെയാണ് ഞാൻ കണ്ടുമുട്ടിയത് എന്നുള്ള ഒരു വിദ്വേഷം മനസ്സിൽ രൂപമെടുത്ത് 1 മാസക്കാലത്തോളം ഉറക്കമില്ലാത്ത രാവുകളായിരുന്നു എന്ന് വേണം പറയാൻ. കവിഹൃദയമാണല്ലോ, അപ്പോൾ തൊട്ടു നോവിച്ചാൽ അത് വളരെ വേദന ഉണ്ടാക്കും. അപ്പോൾ അതിനു മുന്നേ 1 മാസത്തിന് മുന്നെയാണ് ഒരു കവിതാ സമാഹാരം, അത് പുസ്തകമായിട്ടില്ല, അത് 101 കവിതകൾ സ്പാർക്ക് മീഡിയയിലൂടെ ഓരോ ആഴ്ചയിലും കവിത ജനിക്കാനുണ്ടായ കാരണം, കവിത എങ്ങനെ എഴുതി, അത് ഏത് സമയത്തായിരുന്നു, അങ്ങനെയൊക്കെയുള്ള ഒരു കവിതയുടെ പിറവി. ഓരോ കവിതകളും ജനിക്കുമ്പോൾ അതെങ്ങനെയാണ് മനസ്സിനെ തൊട്ട് തലോടിയത് എന്നൊക്കെ വിവരിക്കുന്ന തരത്തിൽ ഒരു ഇൻട്രഡക്ഷൻ, അതിനുശേഷം വിഷ്വൽസ്, പിന്നെ കവിത. ഇങ്ങനൊരു രീതിയിൽ 101 കവിതകൾ സ്പാർക്ക് മീഡിയയിലൂടെ 1 വർഷക്കാലത്തോളം എടുത്ത് അതിലൂടെ ടെലികാസ്റ്റ് ചെയ്യുകയുണ്ടായി. ഒരുപാട് പേർ, 10,000-കണക്കിന് പേർ അത് കാണുകയും അതിൽ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുകയൊക്കെ ചെയ്തു. അതിനു മുന്നേ 8 വർഷം കൊണ്ട് എഴുതിയ എൻ്റെ ശങ്കജം എന്ന നോവൽ 36 എപ്പിസോഡുകളായി വിഷ്വൽസോടുകൂടി ഞാൻ തന്നെ വായിച്ചവതരിപ്പിച്ച അതും സ്പാർക്ക് മീഡിയയിലൂടെയാണ് ടെലികാസ്റ്റ് ചെയ്തത്.
അതിനും 4-5 പേർ എത്രയോ ദിനരാത്രങ്ങൾ ഓരോരോ വ്യത്യസ്തമായ ലൊക്കേഷനിൽ വെച്ചിട്ടാണ് അതെല്ലാം ഷൂട്ട് ചെയ്തത്. അതിനുവേണ്ടിയുള്ള ചിലവുകൾ, അതിനുവേണ്ടിയുള്ള പ്രയത്നങ്ങൾ, അതിനു വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ, അതിനു വേണ്ടിയിട്ടുള്ള റെക്കോർഡിങ്, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് അതിന്നും സ്പാർക്ക് മീഡിയയിലും എൻ്റെ ചാനലിലൂടെയും വായിക്കപ്പെടാം. ഇതെല്ലാം പറഞ്ഞത് മഹത്വം ഘോഷിക്കാൻ വേണ്ടിയല്ല. നമ്മുടെ എഴുത്ത്, നമ്മുടെ അറിവ്, നമ്മുടെ ചിന്തകൾ, നമ്മുടെ ലക്ഷ്യബോധം, ഇതെല്ലാം ഉരുത്തിരിഞ്ഞു വരുന്നത് ഓരോ രീതിയിലാണ്. അന്ന് അദ്ദേഹം എന്നോട് പറഞ്ഞ വാക്കുകൾ എൻ്റെ മനസ്സിൽ കോറിയിട്ട തീജ്വാലകളാണ് ഇന്ന് ഇവിടെ വരെ കൊണ്ട് എത്തിച്ചത്. 18/7/2024 തുടങ്ങി 25/10/2025 എത്തി നിൽക്കുന്ന അവസരത്തിൽ, ഈ എപ്പിസോഡ് ഷൂട്ട് ചെയ്യുന്ന അവസരത്തിൽ 300 എപ്പിസോഡുകളാണ് പൂർത്തിയാക്കിയത്. അതിൽ തുടക്കം പത്മവിഭൂഷൺ ഡോക്ടർ ജി രാമചന്ദ്രനെ കുറിച്ചായിരുന്നു. നമ്മുടെ രാഷ്ട്രപിതാവ് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്ന് താമസിച്ചിട്ടുണ്ട്. അദ്ദേഹമാണ് എൻ്റെ ഞാൻ കള്ളനല്ല എന്നാൽ കള്ളനാണ് എന്ന കവിതാസമാഹാരത്തിന് ആമുഖം എഴുതിയത്. അതിൽ തുടങ്ങി ഇപ്പോൾ ആ ലിസ്റ്റൊന്നും പറയുന്നില്ല. ഭാരതരത്നം കിട്ടിയ എം.എസ്. സുബ്ബലക്ഷ്മി, ഭാരതരത്നം കിട്ടിയ ഭീംസെൻ ജോഷി, അങ്ങനെ പത്മഭൂഷണും പത്മവിഭൂഷണും പത്മശ്രീയും കലൈമാമണി പട്ടവും, അങ്ങനെ ഭാരതത്തിൻ്റെ സമുന്നതമായിട്ടുള്ള അവാർഡുകൾ നേടിയ ഒരുപാട് പേർ, പത്മവിഭൂഷൺ ശ്രീ അടൂർ ഗോപാലകൃഷ്ണൻ, ഡോക്ടർ പത്മ സുബ്രഹ്മണ്യം, ചിത്ര വിശ്വേശ്വരൻ, കവയത്രി ബാലാമണിയമ്മ, ഗായകൻ ബാലമുരളീകൃഷ്ണ, അങ്ങനെ നിരവധി പേർ. അവരെക്കുറിച്ച് ഞാനും അവരുമായി കണ്ടപ്പോഴുള്ള സംസാരിച്ചതും അവരുടെ പെരുമാറ്റശൈലിയും അവരുടെ വിനയവും അവരുടെ രീതികളും, അങ്ങനെ ഓരോരുത്തരുടെ രീതികളും മറ്റും ഉൾക്കൊണ്ട് അന്ന് അവർ കുറിച്ച് തന്ന ഓട്ടോഗ്രാഫുകൾ, അവരെഴുതിയ വാക്കുകൾ, അവരുമായിട്ടുള്ള ഫോട്ടോകൾ, ഇതൊക്കെ ഒരുപാട് പരിശ്രമങ്ങളുടെ പുറത്താണ് കണ്ടെത്താനും അതിൽ കുറിച്ചിട്ടുള്ള ആ ഡയറികളിൽ കുറിച്ചിട്ടുള്ള ഓർമ്മകൾ ഓർത്തെടുത്ത് അതിനെ എഴുതി തയ്യാറാക്കി. അതുമാത്രമല്ല, മലയാളത്തിൽ ടൈപ്പ് ചെയ്യാൻ എനിക്കറിയില്ല, ഇംഗ്ലീഷിലാണോ ഓക്കെ. ഇവരെക്കുറിച്ചിട്ടുള്ള ബ്രീഫുകളെല്ലാം വളരെ അധികം പ്രയാസങ്ങൾ സഹിച്ച് എനിക്ക് വേണ്ടി ചെയ്തെന്ന ഖത്തർ ടൈംസിൻ്റെ എഡിറ്ററും കവിയും എഴുത്തുകാരനും ബഹുമുഖ പ്രതിഭ എന്ന് നമുക്ക് പറയാൻ കഴിയുന്ന ഒരു വ്യക്തിത്വമാണ് മുഹമ്മദ് സഹീർ പണ്ടാരത്തിൽ. 8 വർഷമായി ഞങ്ങൾ നേരിട്ട് കണ്ടിട്ടേയില്ല. അദ്ദേഹം ഇപ്പം ഖത്തറിലൊരു കമ്പനിയിൽ എഞ്ചിനീയറായി ജോലി നോക്കുന്നു. ഞാൻ കുറിച്ചയക്കുന്ന ബ്രീഫുകളും മറ്റും ഓർഡറാക്കി അതിൽ വേണ്ട വിവരങ്ങളെല്ലാം ചേർത്ത് അത് വീണ്ടും എനിക്ക് അയച്ചു തന്നു, അത് വീണ്ടും പഠിച്ച്, അങ്ങനെ ഒരുപാട് പ്രോസസ്സ് കഴിഞ്ഞിട്ടാണ് ഒരു എപ്പിസോഡിന് രൂപം കൊള്ളുന്നത്. അത് നമ്മുടെ സംസാര ശൈലിയിൽ എല്ലാ ആളുകൾക്കും, കാണുന്ന എല്ലാവർക്കും മനസ്സിലാക്കത്തക്ക രീതിയിൽ ആണ് അവതരണം. തമാശകളും കാര്യങ്ങളും ഗൗരവതരമായും അല്ലാതെയും ഓരോ എപ്പിസോഡുകളിൽ ഓരോരുത്തരെ അവതരിപ്പിക്കുമ്പോൾ അവരിൽ നിന്നുണ്ടായ നല്ല അനുഭവങ്ങളും മോശപ്പെട്ട അനുഭവങ്ങളും ഒക്കെ കോർത്തിണക്കിയാണ് ഒരു എപ്പിസോഡ് ചെയ്യുന്നത്. പിന്നെ ഇതിൻ്റെ കോസ്റ്റ്യൂംസ്, എല്ലാത്തിനും ഒരു മാറ്റം വേണമല്ലോ. കാണുന്നവർക്ക് മുഷി ഉണ്ടാകാതിരിക്കണമെങ്കിൽ കോസ്റ്റ്യൂംസ് വേണം. അപ്പം കുറഞ്ഞ ചിലവിലുള്ള കളർ ഡ്രസ്സുകളൊക്കെ കുറേയധികം ഗൾഫിൽ നിന്ന് എത്തിച്ചെന്നത് അബുദാബിയിലെ ഒരു കമ്പനി അക്കൗണ്ടൻ്റായ ശ്രീ ഹരിക്കുപ്പമാണ്.
പിന്നെ എനിക്ക് വേണ്ട ഒത്താശകളും ഒരുപാട് കാര്യങ്ങളും ചെയ്തു തന്ന എൻ്റെ സുഹൃത്ത് സഞ്ജു ചെറുവത്താനി, അങ്ങനെ നിരവധി പേരുടെ ഒരു കൂട്ടായ ഒരു പരിശ്രമം ഇതിൻ്റെ പിന്നിലുണ്ട്. അതുപോലെ തന്നെ പ്രശസ്ത ചിത്രകാരനും കലാകാരനുമൊക്കെയായ ശ്രീ വരാന്തരപ്പള്ളി വിശ്വേശ്വരനും, അങ്ങനെ നിരവധി പേർ ഈ ഒരു പ്രോജക്റ്റിൽ എനിക്ക് വേണ്ടി പങ്കെടുത്തിട്ടുണ്ട്. വരാന്തരപ്പള്ളി വിശ്വംഭരനാണ്, ആദ്യം പറഞ്ഞ തെറ്റായിപ്പോയി, ക്ഷമിക്കുമല്ലോ. അദ്ദേഹമൊക്കെ ഇതിനു വേണ്ടി ഒരുപാട് പരിശ്രമിച്ചിട്ടുണ്ട്. അതുപോലെ 56, ഇപ്പോൾ 2 പുസ്തകങ്ങൾ എഴുതിയ കൂടെ ചേർത്താൽ 58 പുസ്തകങ്ങൾ, 26 പുസ്തകങ്ങൾ പബ്ലിഷ് ചെയ്തു. cyberwit.net ആണ് പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. ഓൺലൈൻസിൽ 16ഓളം ഓൺലൈൻസിൽ ഈ പുസ്തകങ്ങളെല്ലാം ലഭിക്കും. 16ഓളം കവിതാ സമാഹാരങ്ങൾ, 4 സിനിമയെക്കുറിച്ചിട്ടുള്ള പുസ്തകങ്ങൾ, 2 ചെറുകഥാ സമാഹാരങ്ങൾ, 2 നോവലുകൾ, 1 ആത്മകഥ, 1 തിരക്കഥ, സിനിമയായിട്ടില്ല കേട്ടോ, തിരക്കഥ. അങ്ങനെ നിരവധി പുസ്തകങ്ങൾ ആമസോണിലും ഫ്ലിപ്കാർട്ടിലും അങ്ങനെ ഓൺലൈനിലെല്ലാം ലഭിക്കും. വാങ്ങി വായിക്കാൻ കഴിയുന്നവർ വാങ്ങി വായിക്കുക. ഇത് പറയുമ്പോൾ ഒരു കാര്യം കൂടി സൂചിപ്പിക്കേണ്ടതുണ്ട്. എനിക്ക് വന്ന ഒരു മെയിലിൽ പറഞ്ഞിട്ടുള്ള ഒരു വാചകം, അദ്ദേഹം ഇപ്പോൾ ഇറ്റലിയിലാണ്, എൻ്റെ അച്ഛൻ്റെ നാട്ടുകാരനാണ്, രാമനാഥൻ കുമരകം എന്ന് പറയുന്ന സ്ഥലത്താണ് അദ്ദേഹം താമസിക്കുന്നത്. ഞങ്ങൾ നേരിൽ കണ്ടിട്ടേയില്ല. അദ്ദേഹം എത്രയോ 6-7 കൊല്ലമായി ആർക്കിടെക്ചറാണ്, ഇറ്റലിയിൽ വർക്ക് ചെയ്യുന്നു ഒരു ഫേമിൽ. അദ്ദേഹം എനിക്ക് എഴുതിയൊരു മെയിലിൽ പറഞ്ഞത് ഇങ്ങനെയാണ്: നിങ്ങൾ ഈ പ്രശസ്തിക്ക് വേണ്ടി ഇതെല്ലാം കാട്ടിക്കൂട്ടുന്നത് എന്തിനാണ്? ഇതുകൊണ്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ? വെറുതെ സമയം കളയാം എന്നുള്ളതല്ലാണ്ട് ഇതുകൊണ്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ? നിങ്ങളെ 10 പേര് അറിഞ്ഞിട്ട് എന്താണ് ഗുണം? ഇങ്ങനെയുള്ളൊരു വളരെ വിശാലമായിട്ടുള്ള ഒരു മെയിൽ എനിക്ക് ഈ അടുത്ത കാലത്ത് കിട്ടുകയുണ്ടായി. അപ്പോൾ ഞാൻ അതിന് റിപ്ലൈ ചെയ്ത് ഇത്രയാണ്: താങ്ക് യു ഫോർ യുവർ കൈൻഡ് വേർഡ്സ്, ഐ അപ്രീഷിയേറ്റ് യുവർ എഫേർട്സ് എന്ന് മാത്രമേ ഞാനത് കുറിച്ചുള്ളൂ. മനസ്സിൽ പറഞ്ഞതൊന്നും പുറത്തു പറയാൻ കഴിയില്ലല്ലോ. ആരെഴുതിയാലും എന്തെഴുതിയാലും അത് ഈ ലോകം അറിയണം എന്നുള്ള ഒരൊറ്റ ഉദ്ദേശം തന്നെയാണ് അതിൻ്റെ പിന്നിൽ. അത് പലരും പറയില്ല. നമ്മളത് എന്തിനു മടിക്കുന്നു? പ്രശസ്തിക്കും ജീവിക്കാനുള്ള സാമ്പത്തിക ഭദ്രതയ്ക്കും പിന്നെ 10 പേർ അറിയുമ്പോഴുള്ളൊരു സന്തോഷവും, അതൊക്കെ തന്നെയാണ് ജീവിത സാഫല്യം എന്ന് ഞാൻ കരുതുന്നു. ഇവിടെ സിനിമാ പാട്ട് പാടുകയോ ഡാൻസ് കളിക്കുകയല്ല. ഒരു എഴുത്തുകാരനെക്കുറിച്ച് അല്ലെങ്കിൽ ഒരു കലാകാരനെക്കുറിച്ചിട്ട് അദ്ദേഹത്തെ പറ്റി പഠിച്ച് അദ്ദേഹത്തിൻ്റെ ജീവിതശൈലിയും ജീവിത കാര്യങ്ങളും ഒക്കെ മനസ്സിലാക്കി, കാണാൻ കഴിയുന്നവരെയൊക്കെ നേരിട്ട് കണ്ട് അവരുമായിട്ടുള്ള സംസാരങ്ങൾ, അവരുമായിട്ടുള്ള അനുഭവങ്ങൾ ഇതെല്ലാം പങ്കുവയ്ക്കുക, അവരെ കൊണ്ട് എഴുതിപ്പിക്കുക. ജ്ഞാനപീഠം നേടിയ തകഴിയും ജ്ഞാനപീഠം നേടിയ MTയും മഹാകവി കക്കാട്, മഹാകവി ഉളപ്പമണ്ണ, മഹാകവി അക്കിത്തം, കവയത്രി ബാലാമണിയമ്മ, കവയത്രി സുഗതകുമാരി, അങ്ങനെ പറഞ്ഞാൽ തീരില്ല, നീണ്ട നിര തന്നെയാണ്. അവരുമായി ഞാൻ കണ്ടപ്പോൾ എനിക്കുണ്ടായ അനുഭവങ്ങൾ, അവരുമായിട്ടുള്ള സംവേദനങ്ങൾ, കലാകാരന്മാരെയും കലാകാരികളെയും കണ്ടപ്പോഴുള്ള അവരുടെ അനുഭവങ്ങൾ, അവരുമായിട്ട് സംസാരിച്ചപ്പോൾ ഉണ്ടായ അനുഭവങ്ങൾ, ഇതെല്ലാം നമ്മൾ ഓർത്തെടുത്ത് എഴുതി തയ്യാറാക്കി പിന്നെ അതിനെ പഠിച്ച് മനനം ചെയ്ത് ഒരു 15, 20, 25 മിനിറ്റുള്ള ഒരു എപ്പിസോഡായി ഇവിടെ അവതരിപ്പിക്കുമ്പോൾ
മനസ്സിന് സന്തോഷം, അതുപോലെ നമ്മുടെ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്താനുള്ള ലക്ഷ്യം മറ്റൊന്നുമില്ല. സാഹിത്യത്തിൽ എവിടെ ചെന്നെത്തും എന്നൊന്നും എനിക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ കഴിയില്ല, പ്രവചിക്കാനൊന്നും കഴിയില്ല. എഴുതാൻ കഴിയുന്നിടത്തോളം കാലം എഴുതുക. എവിടുന്ന് അംഗീകാരം കിട്ടുന്നു, എവിടുന്ന് അംഗീകാരം കിട്ടുന്നില്ല എന്നുള്ള നിരാശതയും മറ്റൊന്നുമില്ല. പക്ഷേ ഈ ശ്രമം, എൻ്റെ ജീവിതത്തിലെ ഈ ശ്രമം, ഒരു 1-2 നല്ല ചിത്രങ്ങൾ സംവിധാനം ചെയ്യണം, അതിനുവേണ്ടി തന്നെയാണ് ഇങ്ങനെ ഒരു രീതിയിൽ ഒരു അവതരണ രീതി കണ്ടെത്തിയത്. ചിലരോടൊക്കെ കഥ പറഞ്ഞു. കേൾക്കുമ്പോഴോ അതത്ര സുഖമല്ല, അതങ്ങനെയാണ് ഇങ്ങനെയാണ്. അതിനെ ഒന്ന് മൂലബിന്ദു മാറ്റിയാൽ, ചെറിയൊരു കറക്ഷൻസ് വരുത്തിയാൽ അത് മാറ്റപ്പെടും. അപ്പോൾ നമ്മൾ എഴുതി, നമ്മൾ തന്നെ തിരക്കഥയും സംഭാഷണവും നമുക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളൊക്കെ ചെയ്ത് നമ്മുടേതായിട്ടുള്ളൊരു കാഴ്ചപ്പാടിൽ ഒരു ചെറിയ ബഡ്ജറ്റിൽ ഒരു തമിഴ് ചിത്രവും ഒരു മലയാള ചിത്രവും ചെയ്യണം എന്ന് മനസ്സിലാഗ്രഹമുണ്ട്. അതിനുവേണ്ടി അശ്രാന്ത പരിശ്രമത്തിലുമാണ്. വൈഗതൻ നദിക്കരയിലെ എന്നൊരു തമിഴ് ഫിലിം, ആ ഭാഷയോട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ മലയാളത്തിലൊരു ചിത്രം, 17ാമത്തെ വയസ്സിൽ മുന്നിൽ ശ്രീമാൻ ചക്രവാളം എന്ന് പറഞ്ഞ് ഞാനൊരു തിരക്കഥ എഴുതിയിട്ടുണ്ട്. ആ കഥ എൻ്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു. അതേക്കുറിച്ചൊന്നും ഇപ്പോൾ സൂചിപ്പിക്കുന്നില്ല. അതിൽ അവതാരിക എഴുതുന്നത് പത്മശ്രീ തിക്കുറിശ്ശി സുകുമാരൻ നായരാണ്. ആദ്യത്തെ മലയാള സിനിമയിലെ ആദ്യത്തെ വലിയ നായകൻ. ഈ ചിത്രം ചെയ്ത് നേരിൽ കാണണം എന്ന് ആഗ്രഹിച്ച വ്യക്തി കൂടിയാണ് അദ്ദേഹം. പിന്നെ സംവിധായകൻ അന്തരിച്ച GS പണിക്കരും ഇതിനെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. അത് സിനിമയായില്ല, പക്ഷേ കഥയും കവിതയും നോവലും ചെറുകഥയും ഇതെല്ലാം എഴുതുന്ന മാതിരി അത്ര ഈസിയല്ല ഒരു തിരക്കഥ എഴുതുക എന്നത്. വളരെ കഷ്ടപ്പാടേറിയ ഒന്നാണ് എന്നാണ് എൻ്റെ കാഴ്ചപ്പാട്. അപ്പോൾ ഏകദേശം 9ഓളം തിരക്കഥ ഞാൻ എഴുതി സൂക്ഷിച്ചിട്ടുണ്ട്. 2 ഡോക്യുഫിക്ഷൻ ഫിലിമും 2 ഷോർട്ട് ഫിലിമും ഞാൻ ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട്. 12 ഗാനങ്ങൾ എഴുതി രാഗവർണ്ണമി എന്നൊരു ആൽബം തയ്യാറാക്കിയിട്ടുണ്ട്. അങ്ങനെ ഈ കൊച്ചു ജീവിതത്തിൽ ചെയ്യാൻ കഴിയുന്ന, അറിയാൻ കഴിയുന്ന ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ ലക്ഷ്യപ്രാപ്തിയിലെത്താൻ വേണ്ടിയിട്ടുള്ള അശ്രാന്ത പരിശ്രമം തന്നെയാണ്. ഇന്നിത് നിങ്ങളോട് ഞാൻ സംസാരിക്കുമ്പോൾ 1,88,000 പേർ എൻ്റെ കൃഷ്ണശിലയായി എന്ന പ്രോഗ്രാം കണ്ടു കഴിഞ്ഞിരിക്കുന്നു. അതൊരു ചെറിയ കാര്യമൊന്നുമല്ല, എൻ്റെ കാഴ്ചപ്പാടിൽ ഒരു വലിയ കാര്യമാണ്. ഇനിയും 10-65 എപ്പിസോഡുകൾ ചെയ്യാനിരിക്കുന്നു. അപ്പോൾ നമ്മുടെ അനുഭവങ്ങൾ, നമ്മൾ അനുഭവിച്ച കാര്യങ്ങൾ, നമ്മൾ എഴുതിയ രീതികൾ, ഇനി എഴുതാൻ പോകുന്ന കാര്യങ്ങൾ, അങ്ങനെ വർണ്ണാഭമായ അല്ലെങ്കിൽ മനസ്സിന് സന്തോഷം നൽകുന്നൊരു ജീവിതം പടുത്തുയർത്തണം എന്നാണ് എൻ്റെ ആഗ്രഹം. അതിനു വേണ്ടിയിട്ടുള്ള അശ്രാന്ത ശ്രമത്തിലുമാണ്. ആരെയും ഇകഴ്ത്തി പറയാതിരിക്കുക. നമ്മൾ കടന്നുപോയവരെയും ജീവിച്ചിരിക്കുന്നവരെയും എല്ലാം പറയുമ്പോൾ നന്മ മാത്രം മുന്നിൽ കാണുക. നന്മയും തിന്മയും ഉണ്ട്, പക്ഷേ നന്മ മാത്രം മുന്നിൽ കാണുക. അതാണ് ഞാൻ പറഞ്ഞത്, അനുഭവങ്ങളുടെ ചെന്തേരിൽ മുങ്ങിക്കുളിച്ചൊരു ജീവിതമാണ് എൻ്റേത്. ഇത് പറയുമ്പോൾ എൻ്റെ മനസ്സിൽ പെട്ടെന്ന് ഓർമ്മ വരുന്നൊരു പോയിൻ്റ്, ശ്രീ തകഴി സാറിനെ പോയി കണ്ടിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഞാൻ ഒരിക്കൽ പറഞ്ഞിരുന്നു. അദ്ദേഹം തിരിച്ചു വിളിച്ച് ചായ കുടിച്ചിട്ട് പോകാമടാ എന്ന് പറഞ്ഞ ശേഷം അവിടുന്ന് ആ വീട്ടിൽ നിന്നും ഏകദേശം 1 കിലോമീറ്ററിന് അടുപ്പിച്ച് വരും. മുണ്ട് തോളറ്റം വരെ
നെഞ്ചിൻ്റെ അവിടം വരെ ഉയർത്തിക്കെട്ടി ഉടുപ്പൊന്നും ഇടാണ്ട് ഒരു രുദ്രാക്ഷമലയും വന്ന് കഴുത്തിലുണ്ട്. അവിടുന്ന് എന്നോടൊപ്പം നടന്ന് തകഴി അയ്യപ്പ ക്ഷേത്രം വരെ വന്നിട്ട് എന്നോട് പറഞ്ഞത് ഇതാണ്: എടാ, ഇനി എനിക്ക് നടക്കാൻ വയ്യ, നീ പോകുമല്ലോ, നിന്നെ കണ്ടതിൽ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. ജ്ഞാനപീഠ പുരസ്കാര ജേതാവായ ലോകപ്രശസ്തനായ ഒരു എഴുത്തുകാരൻ്റെ വാക്കുകളും അദ്ദേഹം എന്നോടൊപ്പം വന്ന ആ അനുഭവം എങ്ങനെ നമുക്ക് മറക്കാൻ കഴിയും? അതുപോലെ മഹാകവി അക്കിത്തത്തിനെ കാണാൻ പോയപ്പോഴുള്ള അനുഭവവും അവിടുന്ന് മമ്പടം കെട്ടിപ്പൊതിഞ്ഞു തന്നതും, അങ്ങനെ ഓരോ വ്യക്തികളെ കണ്ടപ്പോഴും നമുക്കുണ്ടാകുന്ന ഓർമ്മകൾ. കവയത്രി ബാലാമണിയമ്മയെ അയച്ച 5-6 കത്തുകൾ ഇന്നും നിധി പോലെ ഞാൻ സൂക്ഷിക്കുന്നു. എൻ്റെ ഈ മരത്തിൽ ഇത്തിലില്ല എന്ന കവിതാസമാഹാരത്തിന് അവതാരിക എഴുതിയത് കവയത്രി ബാലാമണിയമ്മയാണ്. അങ്ങനെ 300ഓളം എപ്പിസോഡുകളിൽ 300ഓളം പേരെക്കുറിച്ച് ഞാൻ പറഞ്ഞിരിക്കുന്നു. ഇനിയും കുറേ പേരെക്കുറിച്ച് പറയാനുണ്ട്. ഒടുവിലായി എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങളെല്ലാവരും ഇത് കാണുക, നിങ്ങളുടെ മനസ്സിൽ തോന്നുന്ന കമൻറ്റുകൾ രേഖപ്പെടുത്തുക. ലക്ഷ്യം വിദൂരമല്ല എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. ഇതുവരെ ലഭിച്ചതെല്ലാം, ലഭിച്ചതിനും നന്ദി, ലഭിക്കാത്തതിനും നന്ദി. കാലത്തിൻ്റെ ഒഴുക്കിൽ ഇന്നല്ലെങ്കിൽ നാളെ കടന്നുപോയേ പറ്റൂ. പക്ഷേ നമ്മുടെ ഓർമ്മകൾ, നമ്മുടെ അനുഭവങ്ങൾ, ആ അനുഭവങ്ങൾ മറ്റുള്ളവരെ പറഞ്ഞ് കേൾപ്പിക്കുക, ആർക്കും ഒരു വിഷമവും ഉണ്ടാകാതെ. അങ്ങനെ വളരെയധികം പരിശ്രമം, ഒരു എപ്പിസോഡ് ചെയ്യുമ്പോൾ 2-3 ദിവസം അതിനുവേണ്ടിയുള്ള നിതാന്ത പരിശ്രമമാണ്. വെറുതെ ക്യാമറ എടുത്ത് ഓൺ ചെയ്ത് വയ്ക്കുന്നു, ഷൂട്ട് ചെയ്യുന്നു, പോകുന്നു എന്നല്ല. അതിനുവേണ്ടിയുള്ള സെറ്റ് പ്രോപ്പർട്ടീസ് അറേഞ്ച് ചെയ്യണം, എഴുതിയതെല്ലാം വളരെ വിശദമായി പഠിക്കണം. അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ ജീവിതത്തിൽ ഒരുപാട് പ്രോത്സാഹനങ്ങൾ നൽകിയ ഒരുപാട് പേർ, 65ഓളം പേരാണ് എൻ്റെ സൃഷ്ടികൾക്ക് മലയാളത്തിലും ഇംഗ്ലീഷിലുമൊക്കെയായി അവതാരിക എഴുതി തന്നിട്ടുള്ളത്. ഈ ധന്യമായ ജീവിതത്തിൽ ഇതൊരു അസുലഭമായ സന്തോഷ നിമിഷമാണ്. കൃഷ്ണശിലയായി എന്നുള്ള പ്രോഗ്രാം എല്ലാവരും കാണുക. സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് തോന്നുന്നു എങ്കിൽ ചെയ്യുക. അല്ലാതെ മനസ്സിന് തോന്നണമല്ലോ എല്ലാത്തിനും. ഇതൊരു അഹന്തയായോ ഗർവായോ അല്ല പറയുന്നത്. വളരെയധികം കഷ്ടപ്പാടുകളും വളരെയധികം പ്രയത്നങ്ങളും ഒക്കെ ഇതിന് പിന്നിലുണ്ട്. ഇതുവരെ കണ്ടവർക്കും ഇനി കാണാനിരിക്കുന്നവർക്കും ലോക സമസ്ത സുഖിനോ ഭവന്തു. ലോകത്തുള്ള എല്ലാവർക്കും നല്ലത് വരുത്തട്ടെ. എല്ലാവരും എന്നെക്കാട്ടിലും ഉയർന്ന തലങ്ങളിൽ എത്തപ്പെടട്ടെ. ജീവിതം സന്തോഷപ്രദമാവട്ടെ. ഇവിടെ ചുരുക്കട്ടെ എൻ്റെ വാക്കുകൾ. നന്ദി, നമസ്കാരം.